is the continuation of previous class on measuring behaviors. Today we will be discussing about absolute systems. In performance management system, measuring results and measuring behaviors are the approaches used for measuring performance. We already discussed about measuring results and comparative systems in measuring behaviors. Now we will be discussing about absolute system for measuring behaviors. Following are the methods in absolute systems: essay method, checklist, critical incident method and graphic rating scale. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പെർഫോമൻസ് മെഷർ ചെയ്യുന്ന മെത്തേഡ്സിനെ കുറിച്ചാണല്ലോ. അപ്പോൾ മെഷറിംഗ് പെർഫോമൻസിൽ പ്രധാനപ്പെട്ട അപ്രോച്ചസ് ആയിരുന്നു മെഷറിംഗ് റിസൾട്ട്സ്, അതുപോലെ മെഷറിംഗ് ബിഹേവിയേഴ്സ്. അപ്പോൾ മെഷറിംഗ് റിസൾട്ട്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. മെഷറിംഗ് ബിഹേവിയേഴ്സിൽ കമ്പാരിറ്റീവ് സിസ്റ്റംസ് എന്നും അബ്സല്യൂട്ട് സിസ്റ്റംസ് എന്നും ഉള്ള മെത്തേഡ്സാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതിൽ കമ്പാരിറ്റീവ് സിസ്റ്റംസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അബ്സല്യൂട്ട് സിസ്റ്റംസ് ആണ് പഠിക്കാൻ പോകുന്നത്. അബ്സല്യൂട്ട് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഇവയൊക്കെയാണ്: എസ്എ മെത്തേഡ്, ചെക്ക് ലിസ്റ്റ്, ക്രിറ്റിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡ്, ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ. എസ്എ മെത്തേഡ്. In the simplest absolute system, a supervisor writes an essay describing each employee's strengths and weaknesses and makes suggestions for improvement. അബ്സല്യൂട്ട് സിസ്റ്റത്തിൽ തന്നെയും അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു രീതി നോക്കുകയാണെങ്കിൽ, ഒരു സൂപ്പർവൈസർ എംപ്ലോയിയുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു എസ്സേ എഴുതും. എസ്സേ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്സാമിനേഷന് എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയാറുണ്ട്. അതാ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നത് കൊണ്ടാണ് അതിനെ എസ്സേ എന്ന് പറയുന്നത്. അപ്പോൾ അത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ ഇവിടെ ഒരു സൂപ്പർവൈസർ എംപ്ലോയിയുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നത് കൊണ്ടാണ് അതിനെ എസ്സേ മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് മേക്ക് സജഷൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. എംപ്ലോയിയുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും എഴുതിയതിന് ശേഷം എംപ്ലോയിക്ക് എന്തെങ്കിലും എന്ന് വെച്ചാൽ, വീക്ക്നെസ്സസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയിക്ക് ആ ഒരു പെർഫോമൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അത് മാറ്റി പിന്നീട് എങ്ങനെയാണ് പെർഫോമൻസ് മികച്ചതാക്കേണ്ടുന്നത് അതിനുള്ള സജഷൻസ് കൂടെയും നിർദ്ദേശിക്കും. ഇതിനെയാണ് എസ്സേ മെത്തേഡ് എന്ന് പറയുന്നത്. എംപ്ലോയിയുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും വിശദീകരിക്കുകയും ഒപ്പം എംപ്ലോയിയുടെ വീക്ക്നെസ്സസ്, പോരായ്മകൾ, അതിനെ പരിഹരിക്കുവാനുള്ള സജഷൻസും ഉണ്ടായിരിക്കും. One advantage of this method is that supervisors have the potential to provide detailed feedback to employees regarding their performance. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്. എംപ്ലോയിക്ക് സൂപ്പർവൈസർ ഇതുപോലൊരു എസ്സേ എഴുതുന്ന രീതിയിൽ എംപ്ലോയിയുടെ പെർഫോമൻസിനെ കുറിച്ച് എഴുതി നൽകുമ്പോൾ, എന്നുവെച്ചാൽ എംപ്ലോയിക്ക് തന്നെയും നൽകി കഴിയുമ്പോൾ എംപ്ലോയീസിന് നല്ലൊരു ഫീഡ്ബാക്ക് തന്നെ കിട്ടും അവരുടെ പെർഫോമൻസിനെ കുറിച്ച്. കാരണം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണല്ലോ എംപ്ലോയിയുടെ പെർഫോമൻസിന് ഇതിനകത്ത് വിശദീകരിക്കുന്നത്. ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് എസ്സേ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ടോട്ടലി അൺസ്ട്രക്ചേർഡ്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, ഇതൊരു അൺസ്ട്രക്ചേർഡ് മെത്തേഡാണ്. കാരണം ഇത് ഏതെങ്കിലും ഒരു എംപ്ലോയിയുടെ പെർഫോമൻസിന് ഇങ്ങനെ അങ്ങ് ഡിസ്ക്രൈബ് ചെയ്തങ്ങ് പോവുകയാണ്. പ്രത്യേകിച്ചൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയില്ല. ഓരോ സൂപ്പർവൈസറിന് ഇഷ്ടമുള്ളതുപോലെ സൂപ്പർവൈസർ അങ്ങ് എഴുതി പോവുകയാണ്. അതാണ് ഈ അൺസ്ട്രക്ചേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഓരോ പെർഫോമൻസ് ഇങ്ങനെ ഒരു സ്പെസിഫൈ ചെയ്ത് അതെങ്ങനെയാണ്, അതിൻ്റെ നേരെ എംപ്ലോയിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് സൂപ്പർവൈസർ എഴുതുന്നു, ആ രീതിയല്ല. ആ ഒരു സൂപ്പർവൈസറിൻ്റെ ഒരു സ്റ്റൈൽ അനുസരിച്ച് അത് എഴുതി പോവുകയാണ്. Some supervisors may be better at writing essays than others.
ചില സൂപ്പർവൈസേഴ്സ് വളരെ നന്നായിട്ട് എസ്സേ എഴുതും, ചിലർ എഴുതത്തില്ല. അതാണൊരു പ്രോബ്ലം. ദീസ് എസ്സേസ് ഡു നോട്ട് പ്രൊവൈഡ് എനി ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ. ഈ എസ്സേസ് ഒരിക്കലും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നൽകുന്നില്ല. ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തുടങ്ങാം. അവിടെയാണ് കൂടുതലും ഈ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ ഒരു പ്രാധാന്യമുള്ളത്. സെയിൽസ് സെക്ഷനിലാണെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് എത്രമാത്രം സെയിൽസ് ആണ് നടത്തിയത്, അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. നമുക്കതിനെക്കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ എസ്സേ മെത്തേഡിൽ അത്തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു യൂസ് ദാറ്റ് ഇൻ സം പേഴ്സണൽ ഡിസിഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ എസ്സേ ഉപയോഗിച്ചുകൊണ്ട് ചില ഡിസിഷൻസ് എടുക്കുവാൻ ബുദ്ധിമുട്ടാണ്. കാരണം സൂപ്പർവൈസേഴ്സ് കൊടുക്കുന്ന ഈ എസ്സേ വായിച്ച് നോക്കിയിട്ട് വേണം മാനേജേഴ്സ് ഒരു ഡിസിഷൻ എടുക്കാൻ. എംപ്ലോയിയുടെ പെർഫോമൻസ് അനുസരിച്ച് ഇപ്പോൾ സാലറി ഇൻക്രീസ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഡിസിഷൻ എടുക്കണമെങ്കിൽ ഈ എസ്സേ അത്രയും വായിച്ച് നോക്കണം. അപ്പോൾ അതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കുറവായതുകൊണ്ട് തന്നെയും മാനേജേഴ്സിനൊക്കെ ഒരു പേഴ്സണൽ ഡിസിഷൻ എടുക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും. എംപ്ലോയി റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു പേഴ്സണൽ ഡിസിഷൻ എടുക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെയാണ് എസ്സേ മെത്തേഡിനെ കുറിച്ച് പറയുവാനുള്ളത്. അടുത്തതായി ചെക്ക് ലിസ്റ്റ്. ഇൻ ബിഹേവിയർ ചെക്ക് ലിസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ ഫോം ലിസ്റ്റിംഗ് ബിഹേവിയറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ദ വേരിയസ് കോമ്പിറ്റൻസീസ് ഇറ്റ് ടു ബി മെഷേർഡ്. ബിഹേവിയർ ചെക്ക് ലിസ്റ്റിൽ ഒരു ഫോം കാണും. അതിനകത്ത് കുറേയേറെ ബിഹേവിയറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണും. എന്ന് പറഞ്ഞാൽ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ്. അവയെല്ലാം ഒരു എംപ്ലോയിയെ വിലയിരുത്തുവാൻ വേണ്ടിയിട്ട് ആ എംപ്ലോയിക്ക് ഏതെല്ലാം കമ്പിറ്റൻസീസ് ഉണ്ട്, കഴിവുകളുണ്ട്, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ദ സൂപ്പർവൈസേഴ്സ് ടാസ്ക് ഈസ് ടു ഇൻഡിക്കേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ എംപ്ലോയി ബീങ് റേറ്റഡ്. ഇവിടെ എംപ്ലോയിയുടെ സൂപ്പർവൈസറിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ടു ഇൻഡിക്കേറ്റ് അല്ലെങ്കിൽ ചെക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ എംപ്ലോയി ബീങ് റേറ്റഡ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് എംപ്ലോയിയെ വിലയിരുത്തുകയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് വിലയിരുത്തുമ്പോൾ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടിക്ക് ചെയ്തു പോകും. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ആ സ്റ്റേറ്റ്മെൻറ്റ്സ് അനുസരിച്ച് എംപ്ലോയീസിന് എന്തെല്ലാം കമ്പിറ്റൻസീസ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്ത് പോവുകയാണ്. അതാണ് അത് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ നമ്മൾ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർവൈസേഴ്സ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് എംപ്ലോയീസിന് എന്തെല്ലാം കഴിവുകളുണ്ട്, എന്തെല്ലാം കോമ്പിറ്റൻസീസ് ഉണ്ട് എന്ന് വിലയിരുത്തുകയാണ്. ചെക്ക് ലിസ്റ്റിനുള്ള എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ എംപ്ലോയി അറൈവ്സ് അറ്റ് വർക്ക് ഓൺ ടൈം. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. ചെക്ക് ലിസ്റ്റിനകത്ത് സൂപ്പർവൈസർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ ബിഹേവിയറൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കുറേയേറെ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കും. അപ്പോൾ എക്സാമ്പിളിന് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാം. ദ എംപ്ലോയി അറൈവ്സ് അറ്റ് വർക്ക് ഓൺ ടൈം. എംപ്ലോയി ജോലിക്ക് കൃത്യസമയത്ത് വരും. ഇങ്ങനെയാണ് ബിഹേവിയർ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തയ്യാറാക്കുന്നത്. ആ ജോലിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതിൻ്റെ ആൻസർ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? നെവർ, സംടൈംസ്, ഓഫൺ, ഫെയർലി, ഓഫൺ, ഓൾവേസ്. ഇവിടെ ഈ നെവർ, സംടൈംസ്, ഓഫൺ, ഫെയർലി, ഓഫൺ, ഓൾവേസ് എന്നിവയ്ക്ക് ഒരു പോയിൻറ്റ്സും നൽകും. 1, 2, 3, 4, 5. Okay. So each response category is weighted from 1 to 5. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അതിന് കൊടുക്കുന്ന വെയിറ്റേജ് അല്ലെങ്കിൽ പോയിൻറ്റ്സ് ആണത്. അപ്പോൾ ഇവിടെ നെവർ 1, സംടൈംസ് 2, ഓഫൺ 3, ഫെയർലി, ഓഫൺ 4, ഓൾവേസ് 5. ഇങ്ങനെ അതിന് പോയിൻറ്റ്സും നൽകും. The overall scores for each employee is computed by adding the weights of the responses given for each item. ഈ വെയിറ്റേജ് നമ്മൾ നൽകുമല്ലോ. അതിനുശേഷം എംപ്ലോയി എങ്ങനെയാണെന്ന് നോക്കും. അപ്പോൾ എംപ്ലോയി
ഒരിക്കലും കൃത്യസമയത്ത് വരാത്ത ഒരാളാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ആ എംപ്ലോയിക്ക് 1 എന്നായിരിക്കും സ്കോർ കിട്ടുക. ഇനി ആ എംപ്ലോയി എപ്പോഴും കൃത്യസമയത്ത് വരും, അതാണ് ഓൾവേസ്. അപ്പോൾ എംപ്ലോയിക്ക് 5 എന്ന് പറയുന്ന സ്കോർ കിട്ടും. അതിനുശേഷം ഇത് ആഡ് ചെയ്യും ഈ എംപ്ലോയിക്ക് കിട്ടിയ സ്കോർസ്. ദ റെസ്പോൺസ് കാറ്റഗറീസ് ഫോർ ബിഹേവിയർ ചെക്ക്ലിസ്റ്റ് സ്കെയിൽസ് ആർ 5 പോയിന്റ് സ്കെയിൽ, 7 പോയിന്റ് സ്കെയിൽസ് എക്സെട്ര. ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നതാണ് റെസ്പോൺസസ്. റിസർച്ച് മെത്തഡോളജി പഠിച്ച് നിങ്ങൾക്കത് അറിയാമല്ലോ. ഇവിടുത്തെ നമ്മുടെ ഈ എക്സാമ്പിളിൽ 5 പോയിന്റ് സ്കെയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു ചോദ്യം, അതിൻ്റെ താഴെ എത്ര ഓപ്ഷൻസ് ഉണ്ട്? 5 ഓപ്ഷൻസ് ഉണ്ട്. അത് 5 പോയിന്റ് സ്കെയിലാണ്. ഇനി ഇതുപോലെ 7 റെസ്പോൺസസ് അല്ലെങ്കിൽ 7 ഓപ്ഷൻസ് നൽകുകയാണെങ്കിൽ അതിനെ 7 പോയിന്റ് സ്കെയിൽ എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിൽ 5 പോയിന്റ് സ്കെയിലും അല്ലെങ്കിൽ 7 പോയിന്റ് സ്കെയിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കാം. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ സമ്മറി, ബിഹേവിയർ ചെക്ക് ലിസ്റ്റ് ആർ ഈസി ടു യൂസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ബിഹേവിയർ ചെക്ക് ലിസ്റ്റ് വളരെ ഈസിയാണ്, അതുപോലെ പെട്ടെന്ന് ആർക്കും മനസ്സിലാകുന്ന ഒരു മെത്തേഡുമാണ്. ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകൾ തയ്യാറാക്കുക, അതിനുശേഷം അതനുസരിച്ചിട്ട് എംപ്ലോയി ഇവാലുവേറ്റ് ചെയ്യുക. അത്രയല്ലേ ഉള്ളൂ, എളുപ്പമാണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് കൃത്യമായിട്ട് തയ്യാറാക്കണമെന്ന് മാത്രം. ഓൺ ദി അതർ ഹാൻഡ്, ഡീറ്റെയിൽഡ് ആൻഡ് യൂസ്ഫുൾ ഫീഡ്ബാക്ക് ഈസ് ഡിഫിക്കൾട്ട് ടു എക്സ്ട്രാക്ട് ഫ്രം ദ ന്യൂമറിക്കൽ റേറ്റിംഗ് പ്രൊവൈഡഡ്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ള ഒരു ഫീഡ്ബാക്ക് എംപ്ലോയിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എസ് എ മെത്തേഡിലാണെങ്കിൽ അത് സാധ്യമാണ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കാം. പക്ഷേ ഇവിടെ അത് പറ്റില്ല. കാരണം ന്യൂമറിക്കൽ റേറ്റിംഗ് ആണല്ലോ നടത്തുന്നത്. അതായത് പോയിൻറ്റ്സ് നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇവിടെ റേറ്റിംഗ് അല്ലെങ്കിൽ ഈ എംപ്ലോയീസിനെ വിലയിരുത്തുന്നത്. അതിനെയാണ് ന്യൂമറിക്കൽ റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂമറിക്കൽ റേറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും എംപ്ലോയീസിന് പ്രയോജനപ്രദവുമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നൽകാൻ ബുദ്ധിമുട്ടാണ്. ഓവറോൾ, ഹൗവർ, ദിസ് മെത്തേഡ് ഹാസ് വൈഡ് പോപ്പുലാരിറ്റി. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രയോജനങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മെത്തേഡ് വളരെയധികം പോപ്പുലറാണ്. കാരണം ഇത് യൂസ് ചെയ്യാൻ ഈസിയാണ് എന്നതുകൊണ്ട് തന്നെ പല ഓർഗനൈസേഷൻസും എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുവാൻ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. അടുത്തതായി ക്രിറ്റിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡ്. എവരി ജോബ് ഇൻക്ലൂഡ്സ് സം ക്രിറ്റിക്കൽ ബിഹേവിയർ ദാറ്റ് മേക്സ് എ ക്രൂഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ doing a job effectively and doing it ineffectively. എല്ലാ ജോലിയിലും ആ ഒരു ജോലി എഫക്റ്റീവായിട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചില ക്രിറ്റിക്കൽ ബിഹേവിയേഴ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ ജോലി എഫക്റ്റീവായിട്ട് മാറി, എഫക്റ്റീവായിട്ട് ചെയ്തു എന്നാണ് അർത്ഥം. എല്ലാവർക്കും അത് ബോധ്യമാകും. ഇനി പല കാര്യങ്ങളും ഒരു ജോലിക്കകത്ത് ഇന്നെഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ജോലി ഇന്നെഫക്റ്റീവായിട്ട് മാറും. അത്തരത്തിലുള്ള ബിഹേവിയേഴ്സും ഉണ്ട്. അപ്പം ഒരേ ജോലിക്കകത്ത് തന്നെയും ആ ജോലി എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ബിഹേവിയേഴ്സ് കാണും. ആ ജോലിക്കകത്ത് തന്നെയും ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഇന്നെഫക്റ്റീവായിട്ടത് മാറും. എന്ന് പറഞ്ഞാൽ ആ ജോലി ഇന്നെഫക്റ്റീവായിട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ബിഹേവിയർ ഉണ്ട്. ഇതിനെയാണ് ക്രിറ്റിക്കൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അത് ആ ജോലിയെ മികച്ചതാക്കും, എഫക്റ്റീവ് ആക്കും. അതേ ചില ക്രിറ്റിക്കൽ ബിഹേവിയർ ആ ജോലി ഇന്നെഫക്റ്റീവ് ആക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ബിഹേവിയർ ആണ് ആ ജോലിയിൽ എഫക്റ്റീവ്നെസ്സും ഇന്നെഫക്റ്റീവ്നെസ്സും ആയിട്ട് അതിനെ മാറ്റുന്നത്. ഇപ്പോൾ ചിലത് ചെയ്താൽ വളരെ എഫക്റ്റീവാകും, ചില കാര്യങ്ങൾ ചെയ്താൽ ഇന്നെഫക്റ്റീവായിട്ട് മാറും. ആ ഒരു ഡിഫറൻസസ് ഉണ്ടാകുന്നത് ആ ജോലി എങ്ങനെ ചെയ്യുന്നു എന്നതിലൂടെയാണ്. അതെല്ലാ ജോലിക്കും അത് ബാധകമാണ്. ദ ക്രിറ്റിക്കൽ ഇൻസിഡൻസ് മെഷർമെൻറ്റ് അപ്രോച്ച് ഇൻവോൾവ്സ് ഗ്യാതറിംഗ് റിപ്പോർട്ട് ഓഫ് സിറ്റുവേഷൻ ഇൻ വിച്ച് എംപ്ലോയീസ് എക്സിബിറ്റഡ് ബിഹേവിയേഴ്സ് ദാറ്റ് were especially effective or ineffective in accomplishing their jobs.
ഇവിടെ ക്രിറ്റിക്കൽ ഇൻസിഡൻറ്റ് മെഷർമെൻറ്റ് അപ്രോച്ചിൻ്റെ ജോലി ഇതാണ്. അല്ലെങ്കിൽ അതിലൂടെ എംപ്ലോയീസ് ഒരു ജോലി എഫക്റ്റീവായിട്ട് എപ്പോഴൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നെഫക്റ്റീവായിട്ട് എപ്പോഴൊക്കെയാണ് അവരുടെ ജോലി അക്കംപ്ലിഷ് ചെയ്യുന്നത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് അതൊക്കെ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ട് ഗ്യാദർ ചെയ്യുക എന്നതാണ് ക്രിറ്റിക്കൽ ഇൻസിഡൻസ് മെഷർമെൻറ്റ് അപ്രോച്ചിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ക്രിറ്റിക്കൽ ഇൻസിഡൻസ് മെഷർമെൻറ്റ് അപ്രോച്ചിൻ്റെ പ്രത്യേകത എന്താണ്? ഏതൊരു എംപ്ലോയി നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ആ ജോലി വളരെ എഫക്റ്റീവായിട്ട് ചെയ്യും, പക്ഷേ ചിലപ്പോൾ എന്താണ് ഇന്നെഫക്റ്റീവായിട്ടായിരിക്കും ചെയ്യുന്നത്. അതെല്ലാം വ്യക്തി എങ്ങനെ ജോലി ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ശേഖരിക്കണം. എപ്പോഴാണ് എംപ്ലോയീസ് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്തത്, ഏതൊരു സിറ്റുവേഷനിലാണ്. ഇനി എപ്പോഴാണ് എംപ്ലോയി അവരുടെ ജോലി ഇന്നെഫക്റ്റീവായിട്ട് ചെയ്തത്, അവരുടെ ജോലിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്തത് എപ്പോഴൊക്കെയാണ്, അത് എഫക്റ്റീവായിട്ട് ചെയ്തത് എപ്പോഴൊക്കെയാണ്, അത് ഇന്നെഫക്റ്റീവായിട്ട് ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുക എന്നുള്ളതാണ് ക്രിറ്റിക്കൽ ഇൻസിഡൻറ്റ് മെഷർമെൻറ്റ് അപ്രോച്ചിനകത്ത് പ്രധാനമായിട്ടുമുള്ളത്. The recorded critical incidents provide a starting point for assessing performance. ഇങ്ങനെ കളക്ട് ചെയ്ത ക്രിറ്റിക്കൽ ഇൻസിഡൻസ്, ഇതിനെയാണ് ക്രിറ്റിക്കൽ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മെത്തേഡിനും ആ പേര്. അങ്ങനെ കളക്ട് ചെയ്ത ക്രിറ്റിക്കൽ ഇൻസിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് എംപ്ലോയിയുടെ പെർഫോമൻസിനെ അസസ് ചെയ്യുന്നത്. അതാണ് ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ക്രിറ്റിക്കൽ ഇൻസിഡൻസ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് ക്രിറ്റിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ഇൻസിഡൻസ് ആസ് റെക്കോർഡഡ് ബൈ എ മാനേജർ റിഗാർഡിംഗ് ദ പെർഫോമൻസ് ഓഫ് ആൻ എംപ്ലോയി എ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു മാനേജർ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. എംപ്ലോയി എ, എംപ്ലോയിയുടെ നെയിമാണ് ഇവിടെ എ എന്ന രീതിയിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ക്രിറ്റിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡാണ് മാനേജർ ഉപയോഗിക്കുന്നതെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ആൻ എംപ്ലോയി എ വിത്ത് ലേണിംഗ് സ്കിൽസ് എബിലിറ്റീസ് വാസ് എക്സ്പീരിയൻസിങ് ഡിഫിക്കൽട്ടി ഇൻ ഡൂയിങ് ജോബ്. ഇവിടെ എക്സാമ്പിളിൽ പറയുന്ന എംപ്ലോയിക്ക് ഒരു ലേണിംഗ് സ്കിൽ ഡിസബിലിറ്റി ഉണ്ട്. ആ ഒരു ലേണിംഗ് സ്കിൽ ഡിസബിലിറ്റി ആ ഒരു എംപ്ലോയി ഏൽപ്പിച്ച ജോലി ചെയ്യുവാൻ ചില ഡിഫിക്കൽട്ടീസിന് കാരണമാകുന്നു. ആ ലേണിംഗ് സ്കിൽ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് എംപ്ലോയിക്ക് ഒരു കമ്പ്യൂട്ടർ സ്കിൽ ഇല്ല എന്നതാണ്. എ വാണ്ട്സ് എ ലാപ്ടോപ്പ് ഫോർ ഇംപ്രൂവിങ് കമ്പ്യൂട്ടർ സ്കിൽസ്. അതുകൊണ്ട് തന്നെയും എംപ്ലോയി എ ഒരു ലാപ്ടോപ്പ് ആവശ്യപ്പെടുകയാണ് കമ്പ്യൂട്ടർ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ. കാരണം കമ്പ്യൂട്ടർ സ്കിൽ ഇല്ല, അതുകൊണ്ട് തന്നെ പല ജോലികളും ചെയ്യാൻ ആ എംപ്ലോയിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. നോ ട്രെയിനിങ് വാസ് പ്രൊവൈഡഡ് ടു എംപ്ലോയി. ലാപ്ടോപ്പ് ലഭ്യമായിട്ട് കൂടെയും എംപ്ലോയിക്ക് ട്രെയിനിങ് ഒന്നും തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്തില്ല. ദിസ് ലാപ്ടോപ്പ് വാസ് നെവർ യൂസ്ഡ്. അതുകൊണ്ട് തന്നെയും കമ്പനി നൽകിയ ലാപ്ടോപ്പ് എംപ്ലോയി ഉപയോഗിച്ചതുമില്ല. കാരണം അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എംപ്ലോയിക്ക് അറിയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ എംപ്ലോയിക്ക് ജോലി എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങളായിട്ട് വന്നു. ഇതിനെ നമുക്ക് പല ക്രിറ്റിക്കൽ ഇൻസിഡൻസ് ആയിട്ട് മാറ്റാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ഓരോരോ ഇൻസിഡൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. This recorded incident is actually the synthesis of series of incidents. നേരത്തെ പറഞ്ഞ കാര്യം ഓരോരോ ഇൻസിഡൻസ് ചേർന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. A problem was detected. An employee with a special need was identified. എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു. അതെന്താണ് ആ പ്രോബ്ലം? എംപ്ലോയിക്ക് ഒരു സ്പെഷ്യൽ നീഡ് ഉണ്ട് എന്നതായിരുന്നു ആ പ്രോബ്ലം. അത് മനസ്സിലായി.
അടുത്തതായി കറക്റ്റീവ് ആക്ഷൻ വാസ് ടേക്കൺ, പർച്ചേസ് എ ലാപ്ടോപ്പ്. അതിൻ്റെ ആ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തല്ലോ, അതിന് വേണ്ടിയിട്ട് കറക്റ്റീവ് ആക്ഷൻ എടുത്തു. എന്താണത്? ഒരു ലാപ്ടോപ്പ് കമ്പനി വാങ്ങിച്ചു. കാരണം ആ വ്യക്തിയുടെ നീഡ് എന്തായിരുന്നു? കമ്പ്യൂട്ടർ സ്കില്ലിൻ്റെ കുറവുണ്ട്, അപ്പോൾ ആ കമ്പ്യൂട്ടർ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, അതായിരുന്നു എംപ്ലോയിയുടെ നീഡ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കറക്റ്റീവ് ആക്ഷൻ എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്തു, അത് എംപ്ലോയിക്ക് നൽകി. കറക്റ്റീവ് ആക്ഷൻ വാസ് ഇനിഷ്യലി എഫക്റ്റീവ്, ഡിസൈഡഡ് ടു ലേൺ കമ്പ്യൂട്ടർ. അപ്പോൾ അങ്ങനെ ഒരു ലാപ്ടോപ്പ് വാങ്ങി എംപ്ലോയിക്ക് നൽകിയപ്പോൾ എംപ്ലോയിക്ക് അത് വളരെ എഫക്റ്റീവായിട്ട് തോന്നി. അങ്ങനെ എംപ്ലോയി കമ്പ്യൂട്ടർ പഠിക്കുവാനായിട്ട് തീരുമാനിച്ചു. കാരണം ആ സ്കില്ലാണല്ലോ എംപ്ലോയിക്ക് ഇല്ലാത്തത്. അപ്പോൾ എംപ്ലോയി അത് തീരുമാനിച്ചു, ഡിസൈഡ് ചെയ്തു കമ്പ്യൂട്ടർ പഠിക്കണം എന്നുള്ളത്. Corrective action was subsequently deficient. The laptop was not used because of the lack of training. ആദ്യം എംപ്ലോയി ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം കമ്പ്യൂട്ടർ പഠിക്കാമല്ലോ എന്നുള്ളത്. പക്ഷെ പിന്നീട് ആ ഒരു എഫക്റ്റീവ്നെസ് വന്നില്ല. കാരണം ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്തു കമ്പനി, പക്ഷേ കമ്പനി അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന ട്രെയിനിങ് നൽകിയില്ല. അങ്ങനെ ആ എംപ്ലോയിക്ക് കമ്പ്യൂട്ടർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് പിന്നെയും സാധിച്ചില്ല. അതാണ് കറക്റ്റീവ് ആക്ഷൻ വാസ് സബ്സിക്വൻ്റ്ലി ഡെഫിഷ്യൻറ്റ്. കറക്റ്റീവ് ആക്ഷൻ ആദ്യം നല്ലതായിരുന്നു, പക്ഷെ പിന്നീട് അതിനകത്തൊരു ഡെഫിഷ്യൻസി വന്നു, ട്രെയിനിങ് നൽകിയില്ല എന്നൊരു ഡെഫിഷ്യൻസി. അപ്പം ഇങ്ങനെ ഇൻസിഡൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. ഇതാണ് ക്രിറ്റിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡ്. When critical incidents are collected, this measurement allows supervisors to focus on actual job behavior. ഇങ്ങനെ ക്രിറ്റിക്കൽ ഇൻസിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് അതിനുശേഷമുള്ള അത്തരത്തിലുള്ള ഒരു മെഷർമെൻറ്റ് സൂപ്പർവൈസറിനെ സംബന്ധിച്ച് ശരിക്കുമുള്ള ആക്ച്വൽ ജോബ് ബിഹേവിയറിനെ അനലൈസ് ചെയ്യുവാൻ സഹായിക്കും. അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് അനലൈസ് ചെയ്യുവാൻ സൂപ്പർവൈസേഴ്സിനെ അനുവദിക്കുകയും സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് അപ്പോൾ അസസ് ചെയ്യേണ്ട കാര്യമില്ല. ക്രിറ്റിക്കൽ ഇൻസിഡൻസിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ആക്ച്വൽ ജോബ് ബിഹേവിയറിനെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് മെത്തേഡ് ഈസ് വെരി ടൈം കൺസ്യൂമിങ്. ഈ മെത്തേഡ് വളരെ സമയമെടുക്കുന്ന ഒന്ന് തന്നെയാണ്, ടൈം കൺസ്യൂമിങ് ആണിത്. It is difficult to attach a score continuing the impact of the incidents. പിന്നെ മറ്റ് ഈ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്കോർ ഇട്ട് എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മുൻപ് കണ്ടതിനകത്ത് സ്കോർ വാല്യൂസ് കൊടുക്കും, പക്ഷെ ഇതിനകത്ത് സ്കോർ വാല്യൂസ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാകുമ്പോൾ കൃത്യമായിട്ട് എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യുവാനും ഈ ഇൻസിഡൻസിൻ്റെ ഇമ്പാക്റ്റ് എത്രയാണെന്ന് കണ്ടിന്യൂസ് ആയിട്ട് അസസ് ചെയ്യാനൊക്കെ സൂപ്പർവൈസേഴ്സിന് ബുദ്ധിമുട്ടാകും. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ക്രിറ്റിക്കൽ ഇൻസിഡൻസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ട് സൂപ്പർവൈസേഴ്സിന് ആക്ച്വൽ ജോബ് ബിഹേവിയറിൽ മാത്രം ഫോക്കസ് ചെയ്ത് അനലൈസ് ചെയ്യുവാനായിട്ട് കഴിയും. മറ്റൊന്ന്, ഇത് വളരെ ടൈം കൺസ്യൂമിങ് ആണ് ഈ മെത്തേഡ്. അതുപോലെ സ്കോർ വാല്യൂസ് നമ്മൾ നൽകുന്നില്ലല്ലോ ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഇൻസിഡൻസിൻ്റെ ഒരു ഇമ്പാക്റ്റ് അത് അസസ് ചെയ്യുവാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും.